ഏ ഇതിപ്പോ ഇതൊന്ന് നോക്കിയേ. എന്താ അമ്മേ? എന്തു പറ്റി അമ്മേ? രാവിലെ തന്നെ വീട്ടിൽ അമ്മയുടെ സന്തോഷം കണ്ടപ്പോൾ അച്ഛനും കുട്ടികൾക്കും കാര്യം മനസ്സിലായില്ല. പക്ഷേ അമ്മ പറഞ്ഞ അടുത്ത വാക്ക് കേട്ടപ്പോൾ എല്ലാവരും ആഘോഷിക്കാൻ തുടങ്ങി. 100 എന്തു 100? അച്ഛാ, നമ്മുടെ ചാനലിന് 100 സബ്സ്ക്രൈബേഴ്സ് ആയി. ഓ, അത്രേ ഉള്ളോ? അത്രേ ഉള്ളൂന്നോ? വീട്ടിലെ എല്ലാവരും യൂട്യൂബ് ചാനലിന്റെ 100 സബ്സ്ക്രൈബേഴ്സ് ആഘോഷിക്കാനുള്ള പ്ലാൻ തുടങ്ങി. അമ്മേ, കേക്ക് എന്തായാലും വേണം. പിന്നെ കേക്ക് വാങ്ങാതെ ഡെക്കറേഷനും വേണം. അതും വേണം. 100 സബ്സ്ക്രൈബേഴ്സ് അല്ലേ ആയുള്ളൂ? ഇതൊരു ചെറിയ കാര്യല്ലേ? ഓ ആണോ? എന്നാ ചെറിയ കാര്യമാണെങ്കിൽ ഡെക്കറേഷൻ നിങ്ങൾ ചെയ്താൽ മതി. ഞാനോ? അതെ അച്ഛാ, 100 സബ്സ്ക്രൈബേഴ്സ് സ്പെഷ്യൽ ഡെക്കറേഷൻ. ഞാൻ പറഞ്ഞത് ഇത് ചെറിയൊരു കാര്യമല്ലേ എന്നാ. ചെറിയ ഡെക്കറേഷൻ മതി അച്ഛാ. അങ്ങനെ 100 സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ സന്തോഷത്തിൽ വീട്ടിൽ ചെറിയൊരു സെലിബ്രേഷൻ ഒരുക്കാൻ തുടങ്ങി. അമ്മേ, കേക്ക് വാങ്ങണ്ടേ? അതേ മോളെ, വാങ്ങണം. ഞാൻ ഈ ബലൂൺസ് ഒക്കെ എടുത്തു വെക്കാം. ഇതൊക്കെ എന്തിനാ? 100 അല്ലേ ആയുള്ളൂ? അച്ഛൻ എന്തു പറ്റിയൊരു സന്തോഷമില്ലാത്തതുപോലെ? സന്തോഷമൊക്കെ ഉണ്ട് മോനെ, പക്ഷെ ഇത്ര വലിയ സെലിബ്രേഷൻ ഒന്നും വേണ്ട. നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമല്ലേ, ചെറിയൊരു സെലിബ്രേഷൻ ആയിക്കോട്ടെ. ശരി, അപ്പൊ കേക്ക് മാത്രം കട്ട് ചെയ്താൽ പോരെ? എന്നാ പിന്നെ അച്ഛന് കേക്ക് വാങ്ങി വന്നൂടെ? അപ്പൊ അതും എന്റെ തലയിലായി അല്ലേ? ഡെക്കറേഷൻ നടക്കുമ്പോഴും അച്ഛന് സംശയം. ശരിക്കും ഈ 100 സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് എന്താ ഇത്ര സന്തോഷം? ഞങ്ങൾ വീഡിയോസ് ഉണ്ടാക്കുന്ന സമയത്ത് ആരെങ്കിലും കാണുമോ എന്ന് പോലും അറിയില്ലായിരുന്നു. ഇപ്പൊ 100 പേർ നമ്മുടെ വീഡിയോസ് കാണുന്നുകൊണ്ട് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അച്ഛാ, ഇത് കൂടാതെ ഒരു സർപ്രൈസ് കൂടി ഉണ്ട്. എന്ത് സർപ്രൈസ്? അച്ഛാ, ഇത് നോക്ക്. ഇതെന്താ? നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത 100 പേർക്കും ഓരോ താങ്ക് യു. 100 പേരുടെ പേരും നിങ്ങൾക്കറിയോ? എല്ലാവരുടെയും പേരറിയില്ല, പക്ഷേ അവര് നമ്മളെ സപ്പോർട്ട് ചെയ്തെന്നറിയാം. അച്ഛനൊന്നും പറഞ്ഞില്ല, പക്ഷെ കുറച്ചു നേരം ആ പേപ്പർ നോക്കി നിന്നു. എന്താ, അച്ഛന് 100 ഇപ്പോഴും ചെറിയ നമ്പറാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോസ് കാണാൻ സമയം കണ്ടെത്തുന്ന 100 പേർ. അച്ഛന്റെ മനസ്സ് മാറിയെന്ന് മനസ്സിലായതോടെ എല്ലാവരും വീണ്ടും സെലിബ്രേഷന്റെ ഒരുക്കങ്ങളിലേക്ക് തിരിഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ? എന്താ? നമ്മുടെ 100 സബ്സ്ക്രൈബേഴ്സിനെ കുറിച്ച് ആദ്യം കളിയാക്കിയത് നിങ്ങളല്ലേ? ഞാൻ കളിയാക്കിയൊന്നുമില്ല. അച്ഛൻ പറഞ്ഞതാണല്ലോ, 100 പേരല്ലേ, അത്ര വലിയ കാര്യമൊന്നല്ലാന്ന്. അത് ഞാൻ മറ്റേ ഒരു ആകാംക്ഷയുടെ പേരിൽ ചോദിച്ചതാ. ആകാംക്ഷയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. എന്ത്? നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് അച്ഛൻ താങ്ക് യു പറയണം. ആ, അത് ഞാൻ പറയാം. എന്നാ പറ. താങ്ക് യു. ഇത്ര പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞോ? പിന്നെ 100 പേരോട് വേറെ വേറെ പറയണോ? ഈ കഥയിലെ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളുടെ ഫൺ ഫാമിലി ക്രാഫ്റ്റിന്റെ യഥാർത്ഥ 100 സബ്സ്ക്രൈബേഴ്സ് ആണ്. ഞങ്ങളെ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത ഓരോരുത്തർക്കും ഒരുപാട് നന്ദി. നിങ്ങൾ നൽകിയ ഈ സ്നേഹവും സപ്പോർട്ടും ഇനിയും തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം 250 സബ്സ്ക്രൈബേഴ്സ് ആണ്. അവിടെയും നിങ്ങൾ കൂടെ ഉണ്ടാകണേ. ഫൺ ഫാമിലി ക്രാഫ്റ്റിന്റെ അടുത്ത കഥയിൽ വീണ്ടും കാണാം. ബൈ ബൈ.